ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ആഴ്ചയിൽ നമുക്ക് ദൈവവചന പഠനത്തിനായിട്ട് കടന്നു വരുവാൻ ആവശ്യമായ ആരോഗ്യവും ക്ഷേമവും ദൈവം നൽകിയതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയത് ദൈവവചന പഠനം, അതുപോലെ വിശ്വാസം, പ്രത്യാശ, പ്രാർത്ഥന എന്നിവ സഭാതലത്തിൽ എങ്ങനെ നമുക്ക് പ്രായോഗികമാക്കാം, എങ്ങനെ നമുക്ക് ആചരിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അതിന് മുൻപായിട്ട് നമ്മൾ കണ്ടു, ആദ്യമായിട്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ആഴമായിട്ട് വേരൂന്നേണ്ട ആവശ്യമുണ്ട്. അത് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ പകരേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം ദൈവസഭയിലേക്ക് അത് കൊണ്ടുവരണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച് നിർത്തിയത്, അവസാനത്തെ വാക്യം വായിച്ചത് സദൃശവാക്യം 30:6 അവൻ്റെ വചനത്തോട് നീ ഒന്നും കൂട്ടരുത്, അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത്. നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവവചനം നമുക്കറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാൻ ഒരു ലജ്ജയും നമുക്ക് തോന്നേണ്ട ആവശ്യമില്ല. നമ്മളാരും ആ രീതിയിൽ പൂർണ്ണരല്ല. കർത്താവ് വചനത്തെ അതത് സമയങ്ങളിലാണ് വെളിപ്പെടുത്താറ്. പല വിഷയങ്ങളും നമുക്ക് പിന്നീടാണ് പ്രകാശിപ്പിച്ച് കിട്ടുന്നത്. പരിശുദ്ധാത്മാവ് എന്ന വിഷയമായിട്ട് ദൈവജനത്തിന് ലഭിച്ചത് ഉണർവിൻ്റെ സമയങ്ങൾ അടുത്ത, അല്ലെങ്കിൽ 1600കളിലോട് അടുത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ കാലഘട്ടത്തിലാണ് പരിശുദ്ധാത്മാവ് എന്ന വിഷയം ഒരു വിഷയമായിട്ട് ന്യൂമാറ്റോളജി എന്നുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കിട്ടിയതെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ 1600 വർഷക്കാലം ഇതൊരു സബ്ജക്റ്റായിട്ട് തന്നെ ദൈവസഭ ശരിക്കും പറഞ്ഞാൽ പഠിച്ചിരുന്നില്ല. അങ്ങനെ ഓരോ വിഷയങ്ങൾ, അതുപോലെ സൊറ്റീരിയോളജി, രക്ഷാശാസ്ത്രം എന്ന് പറയുന്നത് 1400കളിലാണ് ഡെവലപ്പ് ചെയ്ത് ശരിക്കും കിട്ടിയത്, വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയം. അങ്ങനെ ഓരോ കാലഘട്ടം കഴിയും തോറുമാണ് ദൈവസഭയ്ക്ക് അത് കൂടുതൽ വിജ്ഞാനപ്രദമായിട്ട് ലഭിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ എല്ലാം തുടക്കം മുതൽ എല്ലാവർക്കും നന്നായി അറിയാമെന്നൊന്നും ചിന്തിച്ചാൽ അങ്ങനെയല്ല അതിൻ്റെ കിടപ്പ്. അതത് കാലഘട്ടത്തിൽ ദൈവം കൂടുതൽ പ്രകാശനം നൽകുകയാണ് ചെയ്യാറ്. അതുപോലെ തന്നെയുള്ള സബ്ജക്ട്സാണ് എക്ലീഷ്യോളജി മുതലായ കാര്യങ്ങൾ, ജനകീയ സഭാശാസ്ത്രം, അതുപോലെ അവസാനത്തെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പ്രവചന വിഷയങ്ങൾ എന്ന് പറയുന്നത്. അത് മറ്റൊരു വിഷയമാണ്. ഇങ്ങനെ ഓരോ വിഷയങ്ങളും അതത് കാലഘട്ടങ്ങളിലാണ് ദൈവം കൂടുതൽ പ്രകാശനം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എല്ലാം എനിക്കറിയാമെന്നൊന്നും നമ്മൾ നിരൂപിക്കരുത്. നമ്മൾ പഠിക്കുന്നവരാണ്. ഒരു കൊച്ചായുസിൽ നമുക്ക് പഠിച്ചു തീർക്കാവുന്ന ഒരു വിഷയമല്ല ദൈവവചനം. ദൈവവചനം പഠിക്കും തോറും അത് വളരെ വിശാലമാണെന്ന് നമ്മൾ കാണുകയാണ് ചെയ്യുക. അതുകൊണ്ട് നമ്മൾക്ക് അക്കാര്യത്തിൽ തിടുക്കത്തിൽ ഒരു തീരുമാനം ഒരു വിഷയത്തിലും എടുക്കുവാൻ നമുക്ക് ആവശ്യമില്ല. അറിയില്ല എങ്കിൽ അറിയില്ല എന്ന് പറയുക, ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് പറയുന്നതിൽ ഒരു തെറ്റും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ദൈവസഭയിൽ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുവാനായിട്ടോ അങ്ങനെ നമ്മൾ സംസാരിക്കുവാനായിട്ടോ ഇടയാകരുത്. അത് ദുരുപദേശങ്ങൾക്ക് ഇടവരുത്തും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. മാത്രമല്ല, സഭയിൽ വചന ശുശ്രൂഷ ഒരിക്കലും ഇടിച്ചു കളവാനല്ല, പണിയുവാൻ മാത്രം ഉപയോഗിക്കണം എന്നുള്ളതും നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അവസാനമായിട്ട് സഭാതലത്തിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ നമ്മൾക്ക് ചിന്തിക്കേണ്ടുന്ന കാര്യം, ദൈവമക്കൾ വചന പഠനം എന്ന് പറയുന്നത്, സഭയായിട്ട് നൽകുന്ന വചന പഠനം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടത് ആവശ്യമാണ്. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സത്യം, വചനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നതാണ് ദൈവസഭ. ബ്രദറൻ സഭകൾ പൊതുവെ വചനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. പക്ഷേ എന്നാൽ പോലും വചന പഠനത്തിന് കാര്യമായിട്ട് അംഗങ്ങൾ കാണുകയില്ല. അതൊരു വല്ലാത്ത ദുസ്ഥിതിയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം പലപ്പോഴും നമ്മളുടെ ഇടയിൽ നടക്കുന്ന ഒരു രീതി, ബൈബിൾ കോളേജുകളിലൊക്കെ പോയി 2 വർഷം പഠിച്ചു കഴിയുമ്പോൾ വചനത്തിൽ നല്ല പ്രാവീണ്യമായി എന്നുള്ളൊരു നോഷൻ, ഒരു തെറ്റായ ധാരണ നമ്മുടെ മനസ്സിലുണ്ട്. ഞാനൊരു കാര്യം ഇവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവവചനത്തിന്മേൽ പ്രാപ്തിയുള്ള കൃപാവരങ്ങൾ ലഭിച്ച മനുഷ്യരെ ദൈവം ദൈവസഭയിലാണ് എഴുന്നേൽപ്പിക്കുന്നത്, ബൈബിൾ സ്കൂളുകളിലല്ല.
ഇവിടെ ലഭിച്ച കൃപാവരങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം, കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ദൈവസഭ മാത്രമേ താൻ സ്ഥാപിച്ചിട്ടുള്ളൂ. മറ്റുള്ളതൊക്കെ അതിനുശേഷം മനുഷ്യർ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. ഇത് ഞാൻ പറയുമ്പോൾ ബൈബിൾ സ്കൂളുകളോട് ഞാൻ എതിരാണോ? ഒരിക്കലുമല്ല. ബൈബിൾ സ്കൂളുകൾക്ക് അതിൻ്റേതായ സ്കോപ്പുണ്ട്. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് പഠിക്കുന്നതിനോ ഒക്കെ അത് ഉപകരിക്കും. പക്ഷേ കൃപാവരങ്ങളുള്ള മനുഷ്യർ, ദൈവം എഴുന്നേൽപ്പിക്കുന്ന വചന പഠനത്തിന് പ്രാപ്തിയുള്ള മനുഷ്യർ ദൈവസഭയിലാണ് എഴുന്നേൽക്കുന്നത്, മറ്റെങ്ങുമല്ല. സഭയുടെ മധ്യയാണ് കർത്താവ് നടക്കുന്നത്, മറ്റെങ്ങുമല്ല. അതുകൊണ്ട് ദൈവസഭയിൽ ദൈവമക്കൾ കടന്നു വന്ന് ഒരുമിച്ചിരുന്ന് വചനം പഠിക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. അങ്ങനെ ക്രമമായി കൃത്യമായി വചനം പഠിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഉപദേശത്തിൻ്റെ കാറ്റിനാൽ അലഞ്ഞ് ഉഴലുന്ന ശിഷ്യന്മാരായിത്തീരുന്നത്. കാരണം ക്രമമായി വചനം പഠിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഇന്നിപ്പോൾ ഉള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പലതരത്തിലുള്ള മെറ്റീരിയൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ വായിക്കും, തെറ്റായിട്ടുള്ള ചില ധാരണകൾ തലയിൽ കയറും, പിന്നെ അതാണ് അടുത്ത വിഷയം. പ്രിയമുള്ളവരെ, ഈ ഒരു കാര്യത്തിൽ ദൈവസഭയെ നന്നായി അഭ്യസിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വരുമ്പോൾ മുതൽ സഭയുടെ വചന പഠനത്തിൽ അവനെ കോൺസെൻട്രേറ്റ് ചെയ്യിക്കണം. അവിടെ കടന്നു വരികയും വചനം പഠിക്കുകയും ചെയ്യണം എന്നുള്ളത് ഒരു മാൻഡേറ്റായിട്ട് തീരണം. അത് അവൻ ഏറ്റെടുക്കുവാൻ തയ്യാറാകണം. അല്ലാതെ ഞായറാഴ്ചകളിൽ മാത്രം എന്ന രീതി നമ്മൾ അവസാനിപ്പിക്കണം. അത് അവസാനിപ്പിക്കാത്തിടത്തോളം നമ്മളുടെ സഭകൾ വചന പഠനത്തിൽ ശുഷ്കിച്ച് പോകുവാനേ സാധിക്കുകയുള്ളൂ. അത് കാണുമ്പോൾ സങ്കടം തോന്നും, പക്ഷേ അതൊരു വാസ്തവമാണ്. ഞാൻ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഒരു വാക്യം അതിനോടുള്ള ബന്ധത്തിൽ വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്ന കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഇപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവം സഭയിൽ, ശ്രദ്ധിക്കുക ആ പദം, ദൈവം സഭയിൽ ഒന്നാമത് അപ്പസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ. ദൈവം സഭയിൽ. അപ്പോൾ ദൈവവചനം പഠിപ്പിക്കുവാൻ പ്രാപ്തിയുള്ള ഉപദേഷ്ടാക്കന്മാർ, ഇവിടെ ഉപദേഷ്ടാക്കന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് മൂപ്പന്മാരെയാണ് ബേസിക്കലി. കാരണം മൂപ്പന്മാരുടെ ക്വാളിഫിക്കേഷനിൽ ഉപദേശിപ്പാൻ സമർത്ഥന്മാരായിരിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പഥ്യവചനത്തിൽ അഭ്യാസം ലഭിച്ചവരായിരിക്കണം. ശത്രുക്കളെ പ്രബോധിപ്പിക്കുവാൻ അല്ലെങ്കിൽ എതിരാളികളെ പ്രബോധിപ്പിക്കുവാൻ ശക്തരാകണം. ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് മൂപ്പന്മാരോടുള്ള ബന്ധത്തിലാണ്. ഇനി മൂപ്പൻ എന്നുള്ള ടൈറ്റിൽ ഇല്ലെങ്കിൽ പോലും ഉപദേഷ്ടാക്കന്മാർ ദൈവസഭയിലാണ് ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വചനം പഠിക്കണമെങ്കിൽ ദൈവസഭയിലാണ് നമ്മൾ സമയം ചെലവിടേണ്ടത്. ഇതിൽ നിന്നും നമ്മൾ വ്യത്യാസപ്പെട്ടു പോകുമ്പോൾ ദൈവസഭയ്ക്ക് കിട്ടേണ്ടുന്ന പോഷണം കിട്ടില്ല എന്ന് മാത്രമല്ല, വ്യക്തികൾക്ക് ലഭിക്കേണ്ടുന്ന വളർച്ചയും കിട്ടില്ല. രണ്ടും ഒരുപോലെ നഷ്ടമാകുകയാണ്. ഇത് പൊതുവെ ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന ഒരു ട്രെൻഡാണ്. ഇതിനൊരു പരിഹാരം വരുത്തുവാൻ ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ടതും ശ്രമിക്കേണ്ടതും ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ നിന്ന് മുന്നോട്ട് പോവുകയാണ്. ദൈവഭക്തന്മാരായിട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ദൈവസഭയിൽ കടന്നു വന്ന് വചനം അഭ്യസിക്കണം. കാരണം അതിനുള്ള കൃപാവരങ്ങളുള്ള മനുഷ്യരെ ദൈവം സഭയിലാണ് എഴുന്നേൽപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യം വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ പരിഗണിക്കുകയും ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കൃപാവരങ്ങളെ ദൈവസഭയിൽ ജ്വലിപ്പിക്കുവാൻ ഇടവരികയും ചെയ്യേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ ഭാഗം നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത് വിശ്വാസവും പ്രത്യാശയും ദൈവസഭയിൽ എങ്ങനെ നമ്മൾക്ക് ആചരിക്കാം എന്നുള്ള കാര്യമാണ്. നമ്മൾ ചിന്തിച്ചതുപോലെ നമ്മളുടെ ജീവിതത്തിൽ ദൈവവചനം അഭ്യസിക്കുമ്പോഴാണ് നമ്മൾക്ക് വിശ്വാസവും പ്രത്യാശയും വർദ്ധിക്കുന്നത്. അത് ദൈവസഭയിലേക്ക് കൈമാറ്റം ചെയ്ത് ദൈവസഭയെ ബലപ്പെടുത്തേണ്ടത് ഓരോ വിശ്വാസിയുടെയും കർത്തവ്യമാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ നമുക്ക് പാടില്ല. കാരണം നമ്മൾ പുറകാലം ഞാനത് ചിന്തിക്കും, എന്നാലും പറയുകയാണ്, എല്ലാവരുടെയും വിശ്വാസം ഒരുപോലെ അല്ല.
ചിലർക്ക് ദൈവം കൂടുതൽ വിശ്വാസം നൽകിയിട്ടുണ്ടായിരിക്കും. വരമായിട്ട് തന്നെ വിശ്വാസത്തെ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസം എന്നൊരു വരം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ചിലർക്ക് വളരെ ആഴമേറിയ വിശ്വാസം ഉണ്ടായിരിക്കും. കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ നടക്കും, സൗഖ്യമുണ്ടാകും ഇത്യാദി കാര്യങ്ങളിൽ വളരെ നിശ്ചയം അവർക്ക് ദൈവം നൽകും. ഈ ഉറപ്പ് മറ്റുള്ളവർക്ക് ഉതകുന്ന രീതിയിൽ ദൈവസഭയിൽ നമ്മൾക്ക് നൽകിയ വിശ്വാസത്തെ പ്രകാശിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നാം ചെയ്യുമ്പോഴാണ് ദൈവസഭ മൊത്തത്തിൽ വിശ്വാസത്തിൽ ബലപ്പെടുവാൻ ഇടയാകുന്നത്. ഞാനത് കുടുംബം എന്ന വിഷയം പറഞ്ഞപ്പോൾ പറയുകയുണ്ടായി. കുടുംബത്തിൽ നമുക്കൊരു രോഗമൊക്കെ വരുമ്പോഴേക്കും ആവൂ അമ്മേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തളർന്നു കിടന്നാൽ നമ്മളെ കാണുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും വിശ്വാസ സംബന്ധമായി ബലപ്പെടാൻ ഇടയാകുകയില്ല. ഞാൻ ഇന്നലെ ഒരു സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനൊരു ചികിത്സയുടെ ആവശ്യത്തിൽ നടക്കുകയാണ്. അപ്പോൾ താൻ ആ സമയത്ത് ഞാൻ തന്നെ അഡ്വൈസ് കൊടുത്തത് എങ്ങനെയാണ്, ഈ സമയത്ത് ബ്രദർ പ്രത്യേകം കെയർഫുള്ളായിട്ടിരിക്കണം, നിരാശയുടെ ഒരു വാക്ക് നിൻ്റെ വായിൽ നിന്ന് വരരുത്. അതെന്താണെന്ന് ചോദിച്ചാൽ നിൻ്റെ കുഞ്ഞുങ്ങൾ ക്ഷീണിച്ചു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ വക കാര്യത്തിൽ വളരെ കെയർഫുള്ളായിരിക്കണം. എൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തി മറ്റനേകർക്ക് പ്രചോദനമായി തീരേണ്ടതാണ്. എനിക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ അതിനാൽ തകർന്നു പോയാൽ എന്നെ നോക്കുന്ന അനേകർ ക്ഷീണിച്ചു പോകാൻ ഇടയായിട്ട് തീരും. ഇതെല്ലാ വിശ്വാസികളും വളരെ ചെവിക്കൊള്ളേണ്ടുന്ന ഒരു വസ്തുതയാണ്. നമ്മളുടെ വിശ്വാസമാണ് മറ്റനേകർക്ക് പ്രചോദനമായി തീരേണ്ടത്. നമുക്കറിയാം, കഷ്ടതയിൽ കൂടെ കടന്നു പോയവർ അതിനെ ഓവർകം ചെയ്ത് ടെസ്റ്റിമണി നൽകുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ ഒന്ന് ബലപ്പെടും. എന്നാൽ വിശ്വാസം കഷ്ടതയുടെ മധ്യേ തള്ളിക്കളഞ്ഞവരെ നാം കാണുമ്പോൾ നമ്മളുടെ മനസ്സും തളർന്നു പോകും. ഇതാണ് ഒരു വിശ്വാസിക്ക് മറ്റു വിശ്വാസികളോട് ചെയ്യുവാനായിട്ടുള്ള പ്രത്യേക കാര്യം. റോമാലേഖനം 1:12 നമുക്കൊന്ന് വായിക്കാം. റോമർ 1:12. നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ, ശ്രദ്ധിക്കുക ആ പദം, ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ ആത്മീകമായ വിഷയത്തിൽ പോരാട്ടത്തിലാണ്. നിങ്ങൾക്കും പോരാട്ടമുണ്ട്, എനിക്കും പോരാട്ടമുണ്ട്. നമ്മൾ ഒരുമിച്ച് പോരാടുകയും വിശ്വാസത്താൽ അതിനെ ഓവർകം ചെയ്യുകയും ചെയ്യുമ്പോൾ എനിക്ക് ആശ്വാസമുണ്ടാവും, നിങ്ങൾക്കും ആശ്വാസമുണ്ടാകും. എന്ന് പറഞ്ഞാൽ നമ്മൾ സഭയായിട്ട് നമ്മൾക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങളും അത് മൊത്തത്തിലുള്ളൊരു വിഷയമായിട്ട് നാം എടുക്കണം. അത് ഇന്നാരുടെ വിഷയമല്ലേ എന്നല്ല സഭ ചിന്തിക്കുന്നത്, അത് നമ്മുടെ വിഷയമാണ്. സഭയിൽ ഒരു സഹോദരിക്കോ സഹോദരനോ ഒരു വല്ലാത്ത രോഗം വരുന്നുവെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പ്രശ്നമല്ല, പിന്നെയോ അത് നമ്മുടെ പ്രശ്നമാണ്. ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ ഞാൻ അതിനെ അറ്റാക്ക് ചെയ്യുകയല്ല, നമ്മളാണ് അതിനെ അറ്റാക്ക് ചെയ്യുന്നത്. ഈ ഒരുമ വിശ്വാസത്തിൽ നമ്മൾ കാണിക്കേണ്ടത് ആവശ്യമാണ്. ആ വിഷയത്തെ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ ഒരുമിച്ച് നമുക്ക് ആശ്വാസവും ലഭിക്കും. പലപ്പോഴും സൗഖ്യമുണ്ടായെന്ന് പോലും നമ്മൾ അറിയാറില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അത്രമാത്രം തീവ്രമായിട്ട് ആ വിഷയം ഓർക്കാറില്ല. അതിൻ്റെ മറുവശം കൂടെ ഞാൻ പറയാം. ചിലരുണ്ട്, സഭയൊക്കെയാണ്, പക്ഷെ പല കാര്യങ്ങളും മറച്ചു വയ്ക്കും. അതൊരു നല്ല ശീലം അല്ല. അതെന്താണെന്ന് ചോദിച്ചാൽ സഭ ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ നമ്മൾക്കുള്ള സന്തോഷവും ദുഃഖവും നമ്മൾ പങ്കുവയ്ക്കുവാൻ ആവശ്യമുണ്ട്. സന്തോഷത്തിൻ്റെ കാര്യം മാത്രം പറയുകയും ദുഃഖത്തിൻ്റെ കാര്യം ഒന്നും പറയാതിരിക്കുകയും ചെയ്യുന്ന അങ്ങനെ പാടില്ല. കുടുംബമാണ് ദൈവസഭ. നമ്മളുടെ സ്വന്തം കുടുംബത്തിലുള്ളവരുടെ വിഷയങ്ങൾ നമ്മൾ അറിഞ്ഞില്ല എങ്കിൽ നമുക്കൊരു വിഷമം വരും, ഇല്ലേ? നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് നമ്മളോട് പങ്കുവച്ചില്ല എങ്കിൽ നമുക്കൊരു വിഷമം തോന്നും, അല്ലേ? എന്നാലും അവൻ എന്നോടത് പറഞ്ഞില്ലല്ലോ. അതേ ഫീലിംഗ് ദൈവസഭയിലുണ്ടായിരിക്കണം.
ദൈവസഭയിൽ നമ്മളുടെ ഭാരങ്ങളും നമ്മളുടെ സന്തോഷങ്ങളും നമ്മൾ പങ്കുവയ്ക്കണം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ഒരുമിച്ച് സന്തോഷിക്കുവാനും അത് നമുക്കിടയാക്കി തീർക്കും. ഇങ്ങനെയാണ് കൂട്ടായ്മ എന്ന് പറയുന്ന കാര്യം ദൈവസഭയിൽ വർദ്ധിച്ച് വരുന്നത്. ഇതിനൊക്കെ വളരെ കുറവുകൾ ഈ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇപ്പോൾ സഭ എന്നുള്ളത് ഒന്നാണെങ്കിലും ഒരു ശരീരമാണെങ്കിലും അതിനുള്ളിൽ തന്നെ പല ഗ്രൂപ്പുകളായിട്ട് വർക്ക് ചെയ്യാണ്. അത് ശരിയല്ല, അങ്ങനെ ആയിരിക്കാൻ പാടില്ല. ദൈവസഭ ഒന്നാണ്, ശരീരം ഒന്നാണ്. അതിനൊരു ചുവട് വിപുലീകരിച്ച് പറയാം. എൻ്റെ ശരീരത്തിലെ കാലിലെ ചെറുവിരലിൽ ഒരു മുറിവുണ്ടായാൽ എൻ്റെ ശരീരം മുഴുവൻ അത് അറിയില്ലേ? തീർച്ചയായിട്ടും അറിയും. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരമായിരിക്കുന്ന സഭയിലെ ഒരു സഹോദരനോ സഹോദരിക്കോ കുഞ്ഞിനോ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ദൈവസഭ അറിയേണ്ടതല്ലേ? അറിയേണ്ടതാണ്. ചിലരത് മറച്ചു വയ്ക്കും. പാടില്ല. നമ്മളുടെ പ്രശ്നങ്ങൾ ദൈവസഭയിൽ ഓപ്പണായിട്ട് നാം അവതരിപ്പിക്കണം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അതിനുവേണ്ടി എല്ലാവരും ഒരുമയോടെ പ്രാർത്ഥിക്കണം. അപ്പോഴാണ് എല്ലാവർക്കും അതിന് ഉത്തരം കിട്ടി എന്ന് മനസ്സിലാകുമ്പോൾ സന്തോഷമുണ്ടാകുന്നത്. അതാണ് ഇവിടെ ദൈവദാസൻ അപ്പോസ്തലൻ പറയുന്നതായ കാര്യം. ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ ആശ്വാസം. എല്ലാവർക്കും അതിനുള്ളൊരു വേദി ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. മറ്റൊരു വാക്യം വായിക്കാം. റോമർ 12:3. ഞാൻ അവിടെ നിന്നും എടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒറ്റ പദം വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ എന്ന പദമാണ്. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണം. വിശ്വാസത്തിൻ്റെ അളവിൽ വ്യത്യാസം വ്യക്തികൾ തൊട്ട് വ്യക്തികളിലേക്ക് ഉണ്ടാകും. റോമാലേഖനം നമ്മൾ പഠിക്കുമ്പോൾ, കൃപാവരങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ 12-ാം അധ്യായത്തിൽ അവിടെ ഒരു പ്രത്യേക പദപ്രയോഗമുണ്ട്. ഈ കൃപാവരങ്ങളിൽ ഏറ്റക്കുറച്ചിലുകളുണ്ടാവും വ്യക്തികളിൽ. എനിക്ക് പ്രബോധനം നൽകാൻ, പ്രബോധിപ്പിക്കുന്നവൻ എന്നുള്ള പദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. കൃപാവരങ്ങളിൽ ഒന്നാണ് ഈ പ്രബോധനം. ഈ പ്രബോധിപ്പിക്കുന്നവരിൽ തന്നെ വ്യത്യാസം അവരുടെ പ്രബോധനത്തിൻ്റെ അളവിൽ ഉണ്ടായിരിക്കും. കൂടുതൽ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും മാറിക്കൊണ്ടിരിക്കും. ഇത് ദൈവം നൽകുന്നതാണ് വിശ്വാസത്തിൻ്റെ അളവ്. മനസ്സിലായല്ലോ? ചിലർക്ക് കൂടുതൽ കഴിവ് കാണും, ചിലർക്ക് കുറച്ച് കഴിവ് കാണും. രണ്ടുപേർക്കും ദൈവം അത് നൽകിയിട്ടുണ്ട്. ഈ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ, കുറവുള്ളവൻ കൂടുതലുള്ളവനെ അതിനെതിരെ അസൂയപ്പെടേണ്ട ആവശ്യമില്ല. കുറവുള്ളവനെ കൂടുതലുള്ളവൻ അപമാനിക്കേണ്ട ആവശ്യവും ഇല്ല. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ 5 വിരലുകൾ എനിക്ക് എൻ്റെ കയ്യിലുണ്ട്. ഇടത്തെ കയ്യിലുണ്ട് 5. ഈ ഇടത്തെ കൈയുടെ സ്വാധീനമല്ലല്ലോ വലത്തെ കൈക്കുള്ളത്, ശരിയല്ലേ? തിരിച്ചുമുണ്ട്. ചിലർക്ക് ഇടത് കൈയന്മാരാണെങ്കിൽ അവരുടെ ഇടത്തെ കൈ കൂടുതൽ സ്ട്രോങ് ആയിരിക്കും വലത് കൈയേക്കാൾ. ഈ 5 വിരലുകളിൽ ബലത്തിന് വ്യത്യാസമില്ലേ? ഈ ചെറുവിരലിനെ കൊണ്ട് കാര്യമായിട്ടൊന്നും നടക്കുകയില്ല എന്ന് ഈ വിരലില്ലാതെയായ വിവരം അപ്പോൾ അറിയുകയും ചെയ്യാം. പറഞ്ഞു മനസ്സിലായോ? ഇതുപോലെയാണ് ദൈവസഭ. ദൈവസഭയിൽ വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടിരിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് വേണം മനുഷ്യരോട് ഇടപെടാൻ. ചിലരോട് പലപ്പോഴും പറയേണ്ടി വരും, സഹോദര സഭായങ്ങൾക്കൊക്കെ ഒന്ന് റെഗുലറായിട്ട് കടന്നു വരണമെന്ന്. ചിലരോട് അങ്ങനെ പറയേണ്ട ആവശ്യമേ ഇല്ല. ഈ നിരന്തരം പറയുന്ന ആളെ കുറച്ച് കഴിയുമ്പോൾ കൈവിടരുത്. അതെന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ബലഹീനനാണ് അക്കാര്യത്തിൽ. അദ്ദേഹത്തെ നമ്മൾ താങ്ങേണ്ടത് ആവശ്യമാണ്. വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടിരിക്കുന്നതിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ചിലർ വളരെ തീവ്രമായിരിക്കും, ചിലർ അല്പം ബലഹീനർ ആയിരിക്കും. അതുകൊണ്ട് അവരുടെ സ്ട്രെങ്ത് അത് മാത്രമാണെന്നോ വീക്ക്നെസ് അതാണെന്നോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വേറെ ചില ഏരിയയിൽ ചിലപ്പോൾ അവർ വളരെ സ്ട്രോങ് ആയിരിക്കും, ചില ഏരിയയിൽ അവർ വീക്കായിരിക്കും. ഇത് ദൈവസഭയിലുണ്ട്. അത് തിരിച്ചറിഞ്ഞ് എല്ലാവരെയും ഒരുപോലെ കൺസിഡർ ചെയ്യുന്ന ആ ആറ്റിറ്റ്യൂഡാണ് ഇവിടെ പറയുന്നതായിരിക്കുന്ന കാര്യം. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ അളവിൽ
വ്യത്യാസം ഉണ്ട് എന്ന് നമ്മൾ വായിക്കുന്നു. റോമർ 12:6. മതി, അത്ര നിർത്തിക്കോ. ഞാനവിടെ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച പദം ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം, നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം. കൃപയിലും വ്യത്യാസം ഉണ്ട്. കൃപ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഗ്രേസ് എന്നുള്ള വാക്കിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് 12-ാം അധ്യായത്തിൽ കൃപാവരങ്ങളെ കുറിച്ചാണ്, ശുശ്രൂഷകളെ കുറിച്ച്. ഒരാൾ ചെയ്യുന്ന ശുശ്രൂഷയുടെ തീവ്രതയോ ആഴമോ മറ്റൊരാൾ ചെയ്യുമ്പോൾ ഉണ്ടായെന്ന് വരില്ല. പക്ഷേ അതും ആവശ്യമാണ്. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്? അതും ആവശ്യമാണ്. കാരണം ബലഹീനൻ എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരുത്തൻ, ഇപ്പോൾ തീപ്പൊരി പ്രസംഗം ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാനത് പറയുമ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. പണ്ടൊരിക്കൽ ഒരു സഹോദരൻ എന്നോട് പങ്കുവച്ചതാ. അദ്ദേഹം പണ്ട് മണ്ണൂത്തി വെറ്റിനറി കോളേജിലാണെന്ന് തോന്നുന്നു, അവിടെ വെച്ചിട്ട് ഒരു സംവാദം എന്ന് പറഞ്ഞാൽ സുവിശേഷം പങ്കുവയ്ക്കുകയും അങ്ങനെ സംവാദം ഉണ്ടായി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭയങ്കര ജ്ഞാനമുള്ള മനുഷ്യനാണ്, വളരെ വായിച്ച് വളരെ ജ്ഞാനമൊക്കെയുള്ള മനുഷ്യൻ. ഇദ്ദേഹം ആവുന്ന അത്ര പുള്ളിയുടെ ജ്ഞാനം ഉപയോഗിച്ച് സമർത്ഥിക്കാൻ ശ്രമിച്ചു. ഒന്നും നടന്നില്ല. കാര്യമായിട്ട് ഒരു ജ്ഞാനവുമില്ല എന്ന് പൊതുവെ ചിന്തിക്കുന്ന ഞാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയ പണ്ഡിതനൊന്നുമല്ല. ഈ പറഞ്ഞ ആദ്യം സംസാരിച്ച വ്യക്തി ഡോക്ടറേറ്റ് ഉള്ള ആളാണ്, തിയോളജിയിലും അങ്ങനെ മറ്റു പലതിലും കേട്ടോ. ഭയങ്കര ജ്ഞാനമാണ്. ഇതൊന്നുമില്ലാത്ത ഒരു സഹോദരൻ എല്ലാം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനോട് സംസാരിച്ചു, സഹോദരൻ ഇതൊന്നും പറഞ്ഞു തരാൻ എനിക്ക് കഴിവില്ല, പക്ഷെ ഒരു കാര്യം ശരിയാ, യേശുക്രിസ്തു രക്ഷിക്കുന്നുണ്ട്. അതായിരുന്നു ഈ മനുഷ്യനെ വാസ്തവത്തിൽ ചലിപ്പിച്ചത്. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായല്ലോ? ഈ ഡോക്ടറേറ്റ് നേടിയ മനുഷ്യൻ തൻ്റെ സർവ്വജ്ഞാനം ഉപയോഗിച്ച് തൻ്റെ എല്ലാ അറിവും വെച്ച് തന്നോട് സംസാരിച്ചു. വളരെ മേന്മയുള്ളതായിരിക്കും ആ സംസാരം, പക്ഷേ ഈ വ്യക്തിക്ക് സ്വാധീനം ചെലുത്തിയത് ഈ എളിയ സഹോദരൻ്റെ ഒരു വാക്കാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, നമ്മൾ ഒരുപക്ഷെ തീവ്രമായ സംഭാഷണ ശൈലിയും എല്ലാവിധമായിരിക്കുന്ന പ്രത്യേകതകളൊക്കെ നമുക്കുണ്ടായിരിക്കാം. പക്ഷേ മനുഷ്യൻ്റെ മനസ്സിന് ആവശ്യമായിരിക്കുന്ന ചിന്തകൾ കൊടുക്കുന്നത് ഈ എളിയവൻ്റെ ഒരു പ്രബോധനത്തിൽ നിന്ന് ആയിരിക്കാം. രണ്ടും ആവശ്യമാണ്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് ഒരാളെ മറ്റൊരാളെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണം. കാരണം ദൈവം വലിയവനെന്നോ ചെറിയവനെന്നോ വെച്ചിട്ടല്ല ദൈവസഭയെ പരിപാലിക്കുന്നത്. എല്ലാവരിലൂടെയും കർത്താവ് തൻ്റെ ശുശ്രൂഷകളെ നിവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾക്ക് വിശ്വാസം ദൈവം തന്നിട്ടുള്ളതിൻ്റെ അളവനുസരിച്ച്, അതാണ് വിശ്വാസം പങ്കിട്ടതുപോലെ കൃപാവരങ്ങൾ തന്നിട്ടുള്ളതിൻ്റെ അളവനുസരിച്ച് നമ്മൾ ശുശ്രൂഷകൾ ചെയ്യുന്ന കാര്യത്തിൽ മടി കൂടാതെ അത് ചെയ്യണമെന്നാണ് ദൈവാത്മാവ് ഇവിടെ നമ്മളോട് പറയുന്നത്. അയ്യോ സഹോദര, എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല, അങ്ങനെ ചിന്തിക്കരുത്. അതെന്താ? നിനക്ക് എത്ര കഴിവ് തരണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുള്ളത് നിനക്ക് തന്നിട്ടുണ്ട്. അതനുസരിച്ച് നീ അങ്ങ് ചെയ്താൽ മതി. ഞാൻ പറയുന്നതിൻ്റെ മറ്റൊരർത്ഥം, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് ഉയരരുത് എന്ന് പറഞ്ഞാൽ, ചാണ്ടപ്പിള്ള ഫിലിപ്പ് സഹോദരൻ സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിക്കാമെന്ന് ചിന്തിക്കേണ്ട. അതെന്താ? അത് നടക്കില്ല. തനിക്ക് ദൈവം കൊടുത്തിരിക്കുന്നത് അത് വേറൊരു മെഷറാണ്, എനിക്ക് തന്നിരിക്കുന്നത് വേറൊരു മെഷറാണ്. ചിലർക്ക് ഞാൻ സംസാരിക്കുമ്പോൾ അത് വളരെ സ്വാധീനം ചെലുത്തും, മറ്റു ചിലർക്ക് പ്രിയ സഹോദരൻ സംസാരിക്കുമ്പോൾ വളരെ സ്വാധീനം ചെലുത്തും. ഞാൻ ഒരു വർഷക്കാലം ബൈബിൾ പഠിപ്പിച്ചിട്ട് ഒരു സഹോദരൻ രക്ഷിക്കപ്പെട്ടില്ല. അദ്ദേഹം വന്ന് ഒരു പ്രസംഗം പ്രസംഗിച്ചു, അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. എൻ്റെ കണ്ണിന് മുമ്പിൽ നടന്ന കാര്യം ഞാൻ ഈ പറയുന്നു. അദ്ദേഹത്തിന് അതിനുള്ള കൃപാവരം ദൈവം നൽകിയിട്ടുണ്ട്. എനിക്കത് ആ അളവിൽ കിട്ടിയിട്ടില്ല. ഇത് ഞാൻ അംഗീകരിച്ചേ മതിയാകൂ എന്ന് വെച്ചിട്ട് ഞാൻ അന്ന് ഇനി പെട്ടിയൊക്കെ പൂട്ടി മിണ്ടാണ്ടിരിക്കാം, അങ്ങനെയാണോ? ഒരിക്കലുമല്ല. അതെന്താ? ദൈവം എന്നെ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ചില ശുശ്രൂഷകൾ ഞാൻ നിവർത്തിക്കേണ്ടതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്കൊക്കെ വിശ്വാസം പങ്കിട്ടിട്ടുണ്ട്, കൃപാവരം പങ്കിട്ടിട്ടുണ്ട്. അത് ദൈവനാമ മഹത്വത്തിനായിട്ട് നാം ഉപയോഗിക്കുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന വ്യക്തികൾക്ക് ആത്മിക വർധന ഉണ്ടാകും, അവരുടെ വിശ്വാസം ബലപ്പെടും. സഹോദരിമാർക്ക് പ്രത്യേകിച്ച് ഈ ഏരിയയിൽ വളരെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്,
എൻ്റെ ഭാര്യയുടെ മാതാവ് വലിയ കഴിവ്, വലിയ സൊഫിസ്റ്റിക്കേറ്റഡ് ആളൊന്നുമല്ല, ഒരു സാധാരണ സ്ത്രീ. പക്ഷേ താൻ പലപ്പോഴും രോഗമുള്ള ഭവനങ്ങളിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അനേകരുടെ ജീവിതത്തിൽ അത് വളരെ ആശ്വാസത്തിന് കാരണമായി തീർന്നിട്ടുണ്ട്. പ്രഗത്ഭന്മാർക്ക് ഒരുപക്ഷെ അത് സാധിക്കുകയില്ല. പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? പ്രഗത്ഭന്മാർക്ക് അത് സാധിക്കുകയില്ല, എളിയവർക്ക് അത് സാധിക്കും. എല്ലാവർക്കും ശുശ്രൂഷകളുണ്ട്, കൃപാവരങ്ങളുണ്ട്, വിശ്വാസത്തിൻ്റെ അളവുണ്ട്. അത് ഉപയോഗിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ടാണ് നാം ശ്രമിക്കേണ്ടത്. റോമർ 14:1. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം. എനിക്ക് വിശ്വാസത്തിൻ്റെ അളവൊക്കെ വേറെ വേറെ രീതിയിലുണ്ട്, പക്ഷേ വിശ്വാസത്തിൽ ബലഹീനന്മാരും ഉണ്ട്. അത് നമ്മൾ മറക്കരുത്. വിശ്വാസത്തിൽ ബലഹീനന്മാർ ഉണ്ട്. അവർ ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും ആകെ അങ്കലാപ്പിലാകും. നമ്മളപ്പോൾ അവരെ പരിഹസിക്കരുത്, അവരെക്കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യരുത്. അങ്ങനെയുള്ളവരുമുണ്ട്. ഞാനതിന് ഒരു എക്സാമ്പിൾ പറയാം. വിശ്വാസത്തിൽ ബലഹീനതയെക്കുറിച്ച് പറയാനായിട്ടൊരു എക്സാമ്പിളാണ്. സാധാരണ സഹോദരിമാർ കോൾഡ് വന്നാലും പനി വന്നാലും അതും വെച്ചുകൊണ്ട് ഇങ്ങനെ ശുശ്രൂഷ ചെയ്ത് നടക്കുന്ന കാണാം. സഹോദരന്മാർ ഒരു നീരുവീഴ്ച വന്നു കഴിഞ്ഞാൽ മിക്കവാറും റിട്ടയർമെൻ്റ് ആയിരിക്കും, അവിടെ കാര്യമായിട്ടൊന്നും ചെയ്യില്ല. ഈ ഒരു അളവിൽ ഞാൻ ചിന്തിക്കുമ്പോൾ സഹോദരിമാർ കൂടുതൽ ശക്തരാണ് അക്കാര്യത്തിൽ. പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്ക് അക്കാര്യത്തിൽ ദൈവം കൂടുതൽ കഴിവ് കൊടുത്തിട്ടുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെറിയ വിഷയങ്ങൾ വരുമ്പോഴേക്കും തളർന്നു പോകുന്ന വിശ്വാസികളുണ്ട്. എന്നാൽ വളരെ കഠിനമായ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോഴും തളരാത്ത വിശ്വാസികളും ഉണ്ട്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്ന എന്താണ്? ഈ തളരുന്നവരെ തളരാത്തവർ ബലപ്പെടുത്തണം, സസ്റ്റെയിൻ ചെയ്യണം. ഇതാണ് ഇവിടെ പറയുന്നത്. വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്ത് കൊള്ളുവിൻ. അവൻ്റെ അരികിൽ പോയി അവനോട് വിശ്വാസത്തിൻ്റെ വചനം പറഞ്ഞു കൊടുത്ത് ബലപ്പെടുത്തി ശക്തീകരിച്ച് യാത്ര മുന്നോട്ട് പോകാൻ സഹായിക്കണം. ഇത് ദൈവസഭയിൽ നടക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ദൈവവചനം വായിച്ച് നമുക്ക് ലഭിക്കുന്ന ഈ വിശ്വാസത്തിൻ്റെ ആ തീവ്രത, പ്രാപ്തി ദൈവസഭയ്ക്ക് ഉതകുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം. ബലഹീന സന്ദർഭങ്ങളിൽ, വീണു പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ കടന്നുപോയി അവരെ ബലപ്പെടുത്തുവാൻ ദൈവാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊരു വാക്യം വായിക്കാം. 1 തെസ്സലോനിക്കർ 1:2-3 വരെ. മതി. തെസ്സലോനിക്ക സഭയെ കുറിച്ചിട്ട് അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ നമ്മൾ ഒരുപാട് ധ്യാനിച്ചിട്ടുള്ള ഭാഗമാണ്. ഞാൻ അതിൻ്റെ ആഴത്തിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല. പക്ഷേ തെസ്സലോനിക്ക സഭ അടിസ്ഥാനപരമായി വളരെ സ്ട്രോങ് റൂട്ടഡ് ആയിരുന്നു. എന്താ 3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. വിശ്വാസം അവർക്കുണ്ടായിരുന്നു, വിശ്വാസത്തിൻ്റെ വേലയും ഉണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു, സ്നേഹത്തിൻ്റെ പ്രയത്നം ഉണ്ടായിരുന്നു, പ്രത്യാശ ഉണ്ടായിരുന്നു, പ്രത്യാശയിൽ അവർക്ക് സ്ഥിരതയും ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഫൗണ്ടേഷൻ എന്ന് പറയുന്ന 3 കാര്യങ്ങളാണ്: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഈ ഫൗണ്ടേഷൻ്റെ കാര്യത്തിൽ തെസ്സലോനിക്ക സഭ വളരെ സ്ട്രോങ് ആയിരുന്നു. വിശ്വാസത്തിന് തക്കവണ്ണമുള്ള വേല നമ്മളിൽ ഉണ്ടായിരിക്കണം. പ്രത്യാശ സ്ഥിരമായിരിക്കണം. എന്ന് പറഞ്ഞാൽ പ്രത്യാശ എപ്പോഴും നമ്മളിൽ ഉണ്ടായിരിക്കണം. ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദൈവമക്കൾ ജീവിതത്തിൽ സാക്ഷ്യം നിലനിർത്തുകയും വിശ്വാസവും പ്രത്യാശയും തങ്ങളുടെ പ്രവൃത്തികളാൽ തെളിയിക്കുകയും വേണം. വിശ്വാസവും പ്രത്യാശയും ടെസ്റ്റ് ചെയ്യപ്പെടുന്ന സമയങ്ങൾ വരും. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദുർദിവസങ്ങൾ വരും. ദുർദിവസങ്ങൾ വരുമ്പോൾ എല്ലാം സമാപിച്ചിട്ട് നിൽക്കുന്നവരായിരിക്കണം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ ഭാഗം മുഴുവൻ എടുക്കുന്നില്ല, പറഞ്ഞ വാക്ക് മാത്രം. ദുർദിവസങ്ങൾ വരും, എല്ലാം സമാപിച്ചിട്ട്
നിൽക്കുന്നവരായിരിക്കണം നമ്മൾ, വീഴുന്നവരല്ല. മനസ്സിലായല്ലോ? അതിന് നമ്മെ സഹായിക്കുന്നത് വിശ്വാസവും പ്രത്യാശയുമാണ്. വീഴാൻ സാധ്യതയുള്ള ദൈവമക്കളെ സസ്റ്റെയിൻ ചെയ്യേണ്ടതും ആവശ്യമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. യാക്കോബ് 2:17. യാക്കോബ് 2:17. അതെ, വിശ്വാസം എനിക്കുണ്ട്, പ്രവൃത്തിയില്ല എങ്കിൽ എൻ്റെ വിശ്വാസത്തിന് യാതൊരു വാല്യൂ ഇല്ല. ദൈവവചനം നമ്മൾ പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ അത് ദൈവം ഉദ്ദേശിക്കുന്ന നിലവാരത്തിലേക്ക് ഉയരുന്നുള്ളൂ. നമ്മുടെ വിശ്വാസം ടെസ്റ്റ് ചെയ്യപ്പെടുന്ന വേളകളിൽ അത് ശരിയായ റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം ഒന്നിനും കൊള്ളില്ല. ശരിക്കും പറഞ്ഞാൽ സഭയായിട്ട് നമുക്ക് നേരിടുന്ന പ്രശ്നങ്ങളാണോ, നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളാണോ, കുടുംബമായിട്ടുള്ള പ്രശ്നങ്ങളാണോ, എന്തുമാകട്ടെ, വിശ്വാസത്തെ ടെസ്റ്റ് ചെയ്യുന്ന വേളകൾ വരും. അന്ന് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്ന് കർത്താവിന് വേണ്ടി വീര്യം പ്രവർത്തിക്കുവാൻ ആവശ്യമുണ്ട്. നമ്മൾ ഇത് പറയുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഓർക്കുന്നത് നോർത്ത് ഇന്ത്യ ഇന്ന് കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകളാണ്. വളരെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് അവിടെയുള്ള ദൈവജനം ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ദുർദിവസങ്ങളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് അതാണ്. അല്ലാതെ നമുക്ക് വരുന്ന രോഗങ്ങൾ മാത്രമല്ല, രോഗങ്ങളൊക്കെ ദുർദിവസങ്ങളാണ്. എന്നാൽ സഭ എന്നുള്ള അളവിൽ ദുർദിവസങ്ങൾ അധികം കാലം നീണ്ടുപോകുകയില്ല, വരും. അന്ന് കർത്താവിന് വേണ്ടി വീറോടെ നിന്ന് വീര്യം പ്രവർത്തിക്കുവാൻ കഴിയുന്നത് ദൈവഭക്തന്മാർക്ക് മാത്രം ആയിരിക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ, ദൈവഭക്തന്മാരുടെ ഹൃദയത്തിൽ ഒരു എഴുത്തുണ്ട്, യേശു കർത്താവാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ആ എഴുത്തില്ലേ? ഉണ്ട്. പക്ഷെ ആ എഴുത്ത് അവർ ഓർക്കുകയില്ല, പേടിച്ചു പോകും, വിറച്ചു പോകും. എതിർപ്പുകളുടെ മധ്യേ എല്ലാറ്റിൽ നിന്നും നമ്മെ ഇറക്കി വിട്ടാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുകയില്ലാതെ എന്ന്, അല്ലേ? ഇതൊക്കെ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, പ്രത്യാശ സ്ഥിരതയുള്ളവരായി തീരണം. വിശ്വാസം അതിനനുസരിച്ചൊരു പ്രവൃത്തി കാണിക്കേണ്ടി വരും നമ്മൾ. അത് അധിക കാലഘട്ടം പോവുകയില്ല. അവിടെ നമ്മൾ നിൽക്കുമ്പോൾ വീറോടുകൂടെ കർത്താവിന് വേണ്ടി എന്തു വന്നാലും എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ നിൽക്കുമെന്ന് പറയാൻ കഴിയുന്നത് ദൈവഭക്തന്മാർക്കാണ്. അതിനായിട്ട് ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. വിശ്വാസം പ്രവർത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജ്ജീവമാകുന്നു. തീത്തോസ് 2:12-13 കൂടെ വായിച്ചിട്ട് നമുക്ക് ഈ ഭാഗം വിടാം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ തന്നെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും ശക്തിയോടുകൂടെ മുന്നോട്ട് പോകുവാനും പ്രബോധിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത, യേശുവിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തിരിക്കണം. അതിനുവേണ്ടി അതോട് ബന്ധപ്പെട്ട് നാം ചെയ്യേണ്ട കാര്യങ്ങൾ, ഭക്തികേട്, പ്രപഞ്ചമോഹങ്ങൾ, ഇവ വർജിക്കണം, വേണ്ട എന്ന് വെക്കണം. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും മാത്രമല്ല, ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ നാം ജീവിക്കണം. അന്ത്യകാലം അത് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് സഭയായിട്ട് ദൈവഭക്തി എന്ന വിഷയമാണ്. ഭക്തന്മാരായിട്ട് ദൈവസഭ വിശ്വാസികൾ തീരണം. അവർക്ക് മാത്രമേ അന്ത്യകാലത്തിൽ കൂടെ വിജയകരമായി കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. കാരണം അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് അറിയുക. അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്ന വാക്കുകളാണ്. അന്ത്യകാലത്ത് ദുർഘട സമയം വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും മുമ്പ് പറയും, നിങ്ങൾ ആ ലിസ്റ്റ് എടുത്ത് വായിച്ചോ, ഇറ്റ് ഈസ് ഓൾ ദേർ. ഇപ്പൊ തന്നെ നമുക്കത് കാണാം. അന്ത്യകാലത്തിന്റെ ഡോർ സ്റ്റെപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ദുർഘട സമയങ്ങൾ വരും പ്രിയമുള്ളവരെ. പക്ഷെ നമ്മെ അന്ന് നിലനിർത്തുന്നത്, പ്രത്യാശയോടെ നിലനിർത്തുന്നത്, വിശ്വാസത്തിന്റെ പ്രവൃത്തികളോടെ നമ്മെ നിലനിർത്തുന്നത് ദൈവത്തിലുള്ള ഭക്തി ആയിരിക്കും. ഭക്തന്മാർക്ക് മാത്രമേ അത് കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വീഴാൻ ഇടവരും. പലപ്പോഴും ഞാൻ ഈ ദൈവഭക്തി എന്നുള്ള വിഷയം പഠിപ്പിക്കുമ്പോൾ എനിക്ക് എതിർപ്പുകൾ കൂടുതലാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ,
പിശാചിൻ്റെ എതിർപ്പല്ല ഞാനീ പറയുന്നത്, വിശ്വാസികളുടെ മധ്യയിൽ നിന്ന് എതിർപ്പ് ഉണ്ടാകും. അതെന്താ വിഷയം എന്ന് ചോദിച്ചാൽ, ചില തെറ്റുകൾ വിട്ടുകളയണമെന്ന് നാം പറയുമ്പോൾ മനസ്സാക്ഷിയുടെ ആക്ഷേപം നിമിത്തം ദേഷ്യം എന്നോട് വരും. പറഞ്ഞു മനസ്സിലാക്കുക? മനസ്സാക്ഷിയുടെ ആക്ഷേപം നിമിത്തം എന്നോട് ദേഷ്യം വരും. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. മനസ്സാക്ഷിയുടെ ആക്ഷേപം ദൈവമാണ് തരുന്നത്. തെറ്റ് ചെയ്തവന് അതിനെക്കുറിച്ചൊരു കുറ്റബോധം എപ്പോഴും ഉണ്ടാകും. ഉദാഹരണം പറഞ്ഞാൽ, കൈക്കൂലി വാങ്ങരുത് എന്ന് ഞാൻ പഠിപ്പിച്ചാൽ കൈക്കൂലി വാങ്ങിയിട്ടുള്ളവന് അതൊരിക്കലും സന്തോഷമായിരിക്കില്ല പ്രസ്താവന. കാരണം അവൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു തെറ്റുണ്ട്. ഭാര്യയെ അടിക്കരുത് എന്ന് ഞാൻ പഠിപ്പിച്ചാൽ അങ്ങനെ അടിച്ചിട്ടുള്ളവന് അത്ര സുഖിക്കില്ല. എന്നെ കുറ്റം പറയേണ്ട കാര്യമില്ല, ദൈവവചനമാണത്. ദൈവവചനം പറയുന്നത് നിന്റെ കൂട്ടുകാരനെ നീ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. നമുക്ക് ആരുടെയും മേലെ കൈയേറ്റം ചെയ്യാനുള്ള അവകാശം ദൈവം തന്നിട്ടില്ല. അത് കുടുംബമാണെങ്കിലും സഭയാണെങ്കിലും സമൂഹമാണെങ്കിലും എല്ലായിടത്തും ഒരു നിയമം തന്നെയാണ്. ഇതിൻ്റെ പേരിൽ വിഷമമുണ്ടാവും. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഭക്തൻ അത് അംഗീകരിക്കും. അതെന്താ? ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യമേ ഉള്ളൂ. ആ ലക്ഷ്യം കർത്താവിനെ പോലെ ആയി തീരണം എന്നതാണ്. അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിലുള്ള കുറവുകൾ അവൻ കേൾക്കുമ്പോൾ അതിനെ വിട്ടുകളഞ്ഞ് എൻ്റെ കർത്താവിനെ പോലെ ഞാൻ ആയിത്തീരണമെന്നുള്ള ആ വാഞ്ച അവൻ്റെ ഹൃദയത്തിലുള്ളത് കൊണ്ട് അവന് ഗുണദോഷിച്ചാൽ അതവന് സ്വീകാര്യം ആയിരിക്കും. ദൈവഭക്തിയാണ് നമ്മെ അന്ത്യകാലത്ത് കർത്താവിനോടുള്ള ഭക്തിയിൽ ജീവിപ്പാൻ നമ്മെ സഹായിക്കുന്നത്, ജീവിച്ചു പോകുവാൻ നമ്മെ സഹായിക്കുന്നത് എന്ന് നാം ഇവിടെ കാണുന്നു. ഇനി അവസാനമായിട്ട് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ സഭയോട് ബന്ധപ്പെട്ടിരിക്കുന്നത് പ്രാർത്ഥന എന്ന വിഷയമാണ്. അതുകൂടെ നമുക്ക് ചിന്തിച്ചിട്ട് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. ഈ വിഷയവും വളരെ ദുഃഖകരമായിരിക്കുന്നൊരു വിഷയമാണ്. ദൈവസഭകളിൽ പ്രാർത്ഥനാ യോഗങ്ങൾക്ക് വളരെ ആളുകൾ പലയിടത്തും കുറവാണ്. എല്ലായിടത്തും അങ്ങനെയല്ല, പലയിടത്തും കുറവാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നമെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ സൺഡേ മീറ്റിംഗ് മാത്രമേ സഭായോഗം ആകുന്നുള്ളൂ എന്നുള്ള ചിന്തയാണോ എന്ന് പോലും ഞാൻ സംശയിച്ചു പോകുന്നു. സഭായോഗം എന്ന് പറഞ്ഞാൽ സൺഡേ മീറ്റിംഗ് ആണെന്നുള്ള ഡെഫിനേഷനൊന്നും ബൈബിളിൽ കൊടുത്തിട്ടില്ല. സഭായോഗം എന്ന് പറഞ്ഞാൽ സഭ മുഴുവനും കടന്നു വരുന്ന യോഗമാണ്. സഭായോഗമാണ്, സഭ കൂടുന്ന ആ യോഗം. പ്രാർത്ഥനയ്ക്ക് സഭ വിളിച്ചു കൂട്ടുമ്പോൾ അത് സഭായോഗം ആണ്. വചനം പഠിക്കുവാൻ സഭ വിളിച്ചു കൂട്ടുമ്പോൾ അത് സഭായോഗം ആണ്. അപ്പം നുറുക്കുന്നത് മാത്രമല്ല സഭായോഗം. ഇക്കാര്യത്തിൽ സാരമായിട്ടുള്ള ഒരു കുറവ് നമ്മുടെ മധ്യേ ഉണ്ട്. പല സഭകളിലും പോയി കഴിഞ്ഞാൽ പ്രാർത്ഥനാ യോഗം എന്ന് പറയുന്നത് വളരെ ശുഷ്കിച്ചാണ് ഇരിക്കുന്നത്, വളരെ ശുഷ്കിച്ച്. ഇത് മാറ്റിയേ മതിയാവൂ. അതെന്താണെന്നറിയാമോ? ഇത് മാറ്റിയില്ല എങ്കിൽ ദുർദിവസങ്ങൾ വരുമ്പോൾ നിലനിൽക്കുകയില്ല. നമ്മളുടെ പ്രാർത്ഥനയാണ് വാസ്തവത്തിൽ ദൈവം മാറ്റങ്ങൾ വരുത്തുവാൻ കാരണമായി തീരുന്നത്. സഭയായിട്ട് ഒന്നടങ്കം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ശക്തി വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നതിലൂടെയോ കുടുംബമായി പ്രാർത്ഥിക്കുന്നതിലൂടെയോ ലഭ്യം അല്ല. സഭ ഒന്നടങ്കം പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നുണ്ട്, അവർ ഇരുന്ന സ്ഥലം കുലുങ്ങി. സഭയുടെ മധ്യ ഉലാവുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവൻ്റെ മുമ്പാകെ സഭയായിട്ട് നാം പ്രാർത്ഥന കഴിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കാതെ ഇരിക്കുകയില്ല. സഭയായിട്ടുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ അത്യന്തം വിലയേറിയതാണ്. ഇക്കാര്യത്തിൽ നമ്മൾ ഒരു ഒഴികഴിവ് കാണിക്കുവാനായിട്ട് പാടില്ല. സഭായോഗമായിട്ട് അതിനെ പരിഗണിച്ച് സഭായോഗത്തെ നാം വിശുദ്ധീകരിക്കുമ്പോൾ, വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് നമ്മെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ ദൈവം അതിൽ പ്രസാദിക്കുന്നു. സഭ ഒന്നടങ്കം ചേർന്ന് വന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറയുന്നില്ല ഒരുപാട് സമയം അതിനുവേണ്ടി അല്പസമയമെങ്കിലും ഒരുമിച്ച് ദൈവസന്നിധിയിൽ സഭയായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം അതിശയങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട്
ഇടയായിട്ട് തീരും. സഭയുടെ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 6:4. ശ്രദ്ധിക്കുക, അപ്പസ്തോലന്മാര് മേശയിൽ ശുശ്രൂഷ ചെയ്യുന്നതിനെ കുറിച്ച് ആദിമസഭയിൽ യെരുശലേമിൽ പ്രശ്നമുണ്ടായപ്പോൾ അവർ ആ കാര്യം തീർത്തു. എങ്ങനെയെന്നാൽ 7 പേരെ തിരഞ്ഞെടുത്ത് മേശയിൽ ശുശ്രൂഷ ചെയ്യാൻ ശുശ്രൂഷകന്മാരായിട്ട് നിയമിച്ചു. പക്ഷെ അവർ അവിടെ പറയുന്ന പ്രസ്താവനയുണ്ട്. എന്താണ്? ഞങ്ങളോ പ്രാർത്ഥനയിലും വചനത്തിലും ഉറ്റിരിക്കും. 2 കാര്യങ്ങളിൽ ഉറ്റിരിക്കേണ്ടതുണ്ട്. ദൈവസഭ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. 2 കാര്യങ്ങളിൽ. അത് വചന പഠനം, 2 പ്രാർത്ഥന. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ചിലപ്പോഴൊക്കെ എൻ്റെ മനസ്സിന് ദുഃഖം തോന്നുന്ന ഒരു വിഷയമാണ്. ദൈവസഭ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വരുമ്പോഴും പ്രാർത്ഥനയ്ക്ക് സമയം കൂടുതൽ ചെലവഴിക്കാതെ മറ്റ് പലതിനും സമയം ചെലവഴിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ അധിക്ഷേപിക്കുകയാണെന്നോ മോശമായിട്ട് പറയുകയാണെന്നോ കരുതരുത്. ഒരുപാട് സമയം പ്രാർത്ഥനാ യോഗത്തിന് വന്നാലും പാട്ട് പാടും, അനൗൺസ്മെൻറ്റ്, ഇൻട്രൊഡക്ഷൻ, അത് കഴിഞ്ഞിട്ടൊരു വചന ശുശ്രൂഷ, ഇതൊക്കെ കഴിഞ്ഞ അവസാനം പ്രാർത്ഥിക്കാൻ കാര്യമായിട്ട് നേരമൊന്നും കാണുകയില്ല. ഞാൻ പറയാം, ഇത് കൊള്ളില്ല കേട്ടോ. ഇക്കാര്യത്തിലൊരു മാറ്റം വരണം നമ്മളുടെ ഇടയിൽ. ചിലർ പറയുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇങ്ങനെ പ്രചോദനം കിട്ടാൻ വേണ്ടിയാണ്. എൻ്റെ പ്രിയ സഹോദര സഹോദരി, അപ്പൻ്റെ അടുക്കൽ പോയി കാര്യം പറയുന്നതിന് എന്ത് തിയോളജിയാണ് ആവശ്യമുള്ളത്? എന്ത് തിയോളജിയാണ് വേണ്ടത് നമുക്ക് അപ്പൻ്റെ അടുത്ത് പോയി കാര്യം പറയണമെങ്കിൽ? എന്ത് എൻകറേജ്മെന്റ് വേണം നമുക്കവിടെ? നമ്മുടെ ആവശ്യങ്ങളുമായിട്ട് ദൈവസന്നിധി കടന്നു ചെന്നാൽ പോരെ? പ്രാർത്ഥനയ്ക്കായിട്ട് ക്വാളിറ്റി ടൈം സഭ ഉപയോഗിച്ചേ മതിയാകൂ. 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ കടന്നു വന്ന് 15 മിനിറ്റ് പ്രാർത്ഥിച്ച് കടന്നു പോകുന്നുവെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ യോഗ്യമായി പ്രവർത്തിക്കുന്നില്ല. ഏറിയ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നാം ചെലവഴിക്കേണ്ടത് ആവശ്യമാണ്. ഏറിയ സമയം. ദൈവസഭകൾ ഇക്കാര്യത്തിൽ വീഴ്ചകൾ വരുത്തുന്നുണ്ട്. വചന പഠനത്തിന് അതിനൊരു യോഗം ഇരിക്കട്ടെ, വചനം പഠിക്ക്. പ്രാർത്ഥനാ യോഗത്തിൽ കടന്നു വന്ന് വചനം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അവിടെ പ്രാർത്ഥിക്കുകയാണ് ആവശ്യം. ഇത് രണ്ടും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്ന് പല സഭകളിലും. എവിടെയാണ് വചനം പഠിപ്പിക്കേണ്ടത്, എവിടെയാണ് വചനം പറയേണ്ടത്, എവിടെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഇതറിയില്ല ശരിക്കും. ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ മാറ്റം നമ്മുടെ സഭകളിൽ ഉണ്ടാകണം. പ്രാർത്ഥന അത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. വചനത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ള വസ്തുതയാണ് പ്രാർത്ഥന എന്ന വിഷയം. അതുകൊണ്ടാണ് അപ്പസ്തോലന്മാർ പറയുന്നത്, ഞങ്ങൾ പ്രാർത്ഥനയിലും വചനത്തിലും ഉറ്റിരിക്കും. ഇത് രണ്ടും ഒരു പക്ഷിയുടെ 2 ചിറകുകൾ പോലെയാണ്. നമ്മൾ എത്ര വചനം പഠിച്ചാലും പ്രാർത്ഥിച്ചില്ല എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകുകയില്ല. പഠിക്കുന്ന വചനം എൻ്റെ ജീവിതത്തിൽ ക്രിയ ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ സഹായം എനിക്ക് ആവശ്യമാണ്. അത് പ്രാർത്ഥനയാൽ മാത്രമേ നടക്കൂ. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. വചനം പഠിക്കാനുള്ള സമയത്ത് വചനം പഠിക്കുക, പ്രാർത്ഥിക്കാനുള്ള സമയത്ത് പ്രാർത്ഥിക്കുക സഭയായിട്ട്. കാരണം ഞാനൊരു കാര്യം പറയാം, അത് നമുക്കറിയാത്ത കാര്യമല്ല. സാത്താൻ ശരിക്ക് ഭയപ്പെടുന്നത് നമ്മളുടെ പ്രാർത്ഥനയെയാണ്. കാരണം നമ്മളുടെ പ്രാർത്ഥന കൊണ്ടാണ് ദൈവം പ്രവർത്തിക്കുവാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നമ്മുടെ സഭകൾ അല്പം മെച്ചപ്പെടേണ്ടതായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ഇവിടുത്തെ പ്രാർത്ഥന യോഗത്തിൽ ഞാൻ വന്നിട്ടില്ല. ഇവിടെ എത്ര പേര് വരുമെന്നോ എങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കാറില്ല കേട്ടോ. ഞാൻ പൊതുവെ പറയുകയാണ്, പല സ്ഥലങ്ങളിലും പ്രാർത്ഥനാ യോഗം എന്ന് പറഞ്ഞ് കടന്നു വന്നിട്ട് പ്രാർത്ഥന കാര്യമായിട്ടൊന്നും അവിടെ നടക്കുന്ന കാണാറില്ല. ഞാനിപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഇവിടെ ഒരു മീറ്റിങ്ങിന് പോയിരുന്നു.
ഒരു എന്നിട്ടാണ് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നും പറഞ്ഞിട്ട്. നിങ്ങൾ പോയി കാണുമായിരിക്കും പലരും. ഞാൻ വിചാരിച്ചു അവിടെ വാസ്തവത്തിൽ എന്തെങ്കിലും പ്രാർത്ഥിക്കുമായിരിക്കുമെന്നാണ്. എല്ലാവരും വന്നു. ആ അനൗൺസ്മെൻറ്റ്, ഈ അനൗൺസ്മെൻറ്റ്, പാട്ട്, എല്ലാ പരിപാടിയും കഴിഞ്ഞു. നോർത്ത് ഇന്ത്യക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിച്ചു, സൗത്ത് ഇന്ത്യക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിച്ചു. 10 മിനിറ്റ് 2 പേര് 5-5 മിനിറ്റ് വെച്ച് പ്രാർത്ഥിച്ച് കാണും. ഇതാണ് അവിടെ നടന്ന പ്രാർത്ഥന. ബാക്കിയുള്ള സമയം മുഴുവനും മറ്റു പലതിനുമായിരുന്നു. എങ്ങനെ ദൈവം പ്രവർത്തിക്കും ഇങ്ങനെയാണെങ്കിൽ? ഇതാണോ പ്രാർത്ഥന? അങ്ങനെയല്ല പ്രിയമുള്ളവരെ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ കടന്നുപോയി ആത്മാർത്ഥമായി നമ്മുടെ ഭാരങ്ങളെ തിരുസന്നിധിയിൽ അർപ്പിക്കുക എന്നുള്ളതാണ്. സഭയായിട്ട് അത് ചെയ്യണം. സഭയായിട്ട് മണിക്കൂറുകൾ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കണം. അങ്ങനെ നാം ചെയ്യുമ്പോൾ ദൈവം പ്രവർത്തിക്കുവാൻ ഇടവരും. ഈ ഒരു മേഖലയിൽ നമ്മൾ സാരമായ ഒരു വ്യത്യാസം ഉണ്ടാകണം. ഒരു പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് സഭയായിട്ടുള്ള പ്രാർത്ഥനകളുടെ കുറവായിരിക്കാം സഭകൾ ആത്മാവിൽ ബലപ്പെടാതെ പോകുന്നത്. ധാരാളം വ്യക്തികളുടെ ജീവിതങ്ങളിൽ രഹസ്യ പാപങ്ങളുണ്ട്. ധാരാളം സഭാംഗങ്ങളുടെ മധ്യേ ആത്മീകമായിരിക്കുന്ന ശോഷണം സംഭവിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പുറകിലുള്ള കാരണം പ്രാർത്ഥനയുടെ അഭാവമായിരിക്കും. കാരണം ദൈവസന്നിധിയിൽ റെഗുലറായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് വിശുദ്ധി സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം എന്ന് ഞാൻ പറയുകയാണ്. അപ്പസ്തോല പ്രവൃത്തി 12:5 നമുക്കൊന്ന് വായിക്കാം. പ്രാർത്ഥന കഴിച്ച് പോന്നു. ശ്രദ്ധിക്കുക പദം. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥന കഴിച്ച് പോന്നു എന്ന് പറഞ്ഞാൽ വൺ ടൈം ഈവൻ്റ് അല്ല. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹ്റൈനിലുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന കണ്ടിന്യൂസ് പ്രാർത്ഥിക്കുന്ന ഒരു വീട്, അല്ലെങ്കിൽ അവിടെ ഒരു സ്ഥലമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് പോകാൻ പറ്റിയില്ല. ബ്രദർ ഇമാനുവൽ ബ്രദറിനെ അറിയാതെ. ആർക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചിരുന്നത്? മുഖ്യമായിട്ട് സൗദിയിലുള്ള മിനിസ്ട്രികൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ മറ്റനേക മിനിസ്ട്രീസ് വളരെ ഫലമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രെയർ ടവേഴ്സൊക്കെ നമ്മളുടെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ ആവശ്യം. ഇവിടെ പറയുന്ന അതാണ്. സമയാസമയം അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ പ്രാർത്ഥനയുടെ ഉത്തരമായിട്ട് ദൈവം തൻ്റെ ദൂതനെ അയച്ച് പത്രോസിനെ വിടുവിച്ചു. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയുടെ ഇമ്പാക്റ്റാണ് ഇവിടെ കാണിച്ചു തരുന്നത് ദൈവം. സഭ വളരെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഉണ്ട്. പ്രാർത്ഥന കഴിച്ച് പോരേണ്ട ആവശ്യം ഉണ്ട്. ഭൗമികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാളും ആത്മീയമായ നന്മകളെക്കുറിച്ചായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആത്മീയമായിട്ട് നാം അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ, നമ്മൾ ഭക്തന്മാരായി തീരുമ്പോൾ, ബാക്കിയുള്ള കാര്യമൊക്കെ ദൈവം നോക്കിക്കോളും. കർത്താവ് പറഞ്ഞത് അങ്ങനെയാണല്ലോ, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും കിട്ടും. ഭക്തന്മാരായിട്ട് നാം ജീവിക്കാൻ പഠിച്ചാൽ, സഭാംഗങ്ങൾ ദൈവഭക്തന്മാരായിട്ട് ജീവിക്കാൻ പഠിച്ചാൽ, അവരുടെ മറ്റെല്ലാ കാര്യങ്ങളും ദൈവം നടത്തി കൊടുക്കും. ദൈവത്തിന് അക്കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഇല്ല. ദൈവം ആദ്യം നോക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പാകെ നിഷ്കളങ്ക മക്കൾ ആണ് എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ ചരിത്രമെടുത്ത് നമ്മൾ പഠിച്ചാൽ വളരെ പ്രോസ്പെരിറ്റി അവർക്കുണ്ടായി ഭൗതികമായി. പക്ഷെ ആത്മീകമായിട്ട് അവർ താഴോട്ട് പോയിക്കൊണ്ടിരുന്നു. പ്രശ്നം എവിടെയാണ്? അവർക്ക് ഭൗതിക നേട്ടങ്ങൾ ഉണ്ടായപ്പോൾ അവർ ദൈവത്തെ മറന്ന് അന്യ ദൈവങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ തിരിച്ചു. ദൈവം അത് ഒട്ടും പ്രസാദിക്കാത്തൊരു വസ്തുതയായിരുന്നു. 2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഫിലിപ്പിയർ 1:11. മതി, അവിടെ നിർത്തിക്കോ. പ്രാർത്ഥനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, നീതിഫലം നിറഞ്ഞവർ, യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കുമായിട്ട്. നമ്മൾ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ നാം പ്രാർത്ഥിക്കേണ്ടത് ഭൗതിക ആവശ്യങ്ങളല്ല, ആത്മീകമായ അഭിവൃദ്ധി ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം. അക്കാര്യത്തിൽ നമുക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമാണ്. ഇത് പറയുമ്പോൾ ഇത് പ്രസംഗിക്കാത്ത വിഷയമൊന്നുമല്ല കേട്ടോ. ധാരാളം പ്രസംഗങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്.
പക്ഷേ എങ്കിൽ പോലും സ്വതവേ നമ്മൾ പ്രാർത്ഥിച്ചു വരുമ്പോൾ മിക്കവാറും ഒക്കെ ഈ ഭൗതിക കാര്യങ്ങളായിരിക്കും. ഇതൊരു പ്രശ്നമാണ് നമ്മുടെ ഇടയിൽ. ഭൗതിക കാര്യങ്ങൾ പ്രാർത്ഥിക്കേണ്ട എന്നല്ലാട്ടോ ഞാൻ പറയുന്നത്, അത് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ ആത്മീകമായ ഇമ്പ്രൂവ്മെൻറ്റ്, വളർച്ച, അതായിരിക്കണം നമ്മുടെ പ്രഥമമായിരിക്കുന്ന ലക്ഷ്യം. അപ്പസ്തോലന്മാരുടെ പ്രാർത്ഥനകളൊക്കെ എടുത്ത് പഠിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു വാക്യം കൂടെ വായിച്ചു നിർത്താം. കൊലോസ്യർ 4:2-4 വരെ. രണ്ടാമത്തെ പ്രാർത്ഥനയുടെ ഫോക്കസ് സഭയായിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുന്നവർക്ക് കർത്താവ് വചനം നൽകേണ്ടതിന് വേണ്ടി, സംസാരിക്കേണ്ടുവണ്ണം സംസാരിക്കുവാനിടയാകേണ്ടതിന് വേണ്ടി, വാതിലുകൾ ദൈവം തുറന്ന് നൽകേണ്ടതിന് വേണ്ടി. വാതിലുകൾ തുറന്നു നൽകുക. വാതിലുകൾ തുറന്നു നൽകുക എന്ന് പറയുമ്പോൾ പ്രവർത്തനത്തിനുള്ള വാതിലുകൾ, വ്യക്തികളുടെ ജീവിതങ്ങൾ, ഇതൊക്കെ അതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ഉൾക്കൊള്ളിക്കാം. ഇതിനു വേണ്ടിയും പ്രാർത്ഥിക്കണം. അപ്പം മുഖ്യമായിട്ട് സഭയായിട്ടുള്ള പ്രാർത്ഥന വ്യക്തികളുടെ ആത്മീകമായിരിക്കുന്ന വർധന, അഥവാ ദൈവഭക്തന്മാരായി ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാൻ ഒന്നാമത്. രണ്ടാമത് കർത്താവിൻ്റെ വയലിലെ വേല. ഈ വിഷയങ്ങളായിരിക്കണം മുഖ്യമായിട്ട്. ഭൗതികമായ വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥന എന്ന വിഷയം വരും കാലങ്ങളിൽ സഭയായിട്ട് കൂടുതൽ സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കുവാൻ ആവശ്യമുണ്ട്. അങ്ങനെ നാം ചെയ്യുന്ന പക്ഷം കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും സഭയിൽ ആത്മീകമായ നവീകരണം നടക്കുവാനായിട്ട് ഇടയാകുകയും ചെയ്യും. പ്രാർത്ഥനയാൽ സാധിക്കാത്ത ഒരു കാര്യവും ഈ ലോകത്തിൽ ഇല്ല. നമ്മളുടെ പ്രാർത്ഥന ആണ് സ്വർഗീയമായിരിക്കുന്ന കലവറ തുറന്ന് അനുഗ്രഹങ്ങളുടെ നമ്മുടെ മേൽ പകരുവാൻ ദൈവം വച്ചിരിക്കുന്ന ഒരേ ഒരു ഉപാധി. അത് നമ്മൾ ശരിയായി ഉപയോഗിക്കുക തന്നെ വേണം. അങ്ങനെ ചെയ്യുന്ന പക്ഷം അത് അനുഗ്രഹത്തിന് കാരണമായി തീരും. അതുകൊണ്ട് ആ ഒരു മേഖലയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.